നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ കാണിക്കുന്നേ ഒരു കാര്യം ചെയ്യ്, ചെറിയച്ഛൻ DIG വിളിക്കും. എന്നിട്ട് ലോക്കൽ പോലീസിന്റെ അന്വേഷണം നിർത്തി സീരിയസ് ആയിട്ട് വരുണിനെ അന്വേഷിക്കാൻ പറ. നമ്മുടെ ടെൻഷൻ മാത്രമല്ല, അച്ഛനും അവനെ കാണണമെന്ന് മോഹമില്ലേ? ചെല്ലി ചന്ദ്രശേഖര, സമയം കഴിയും തോറും തലയ്ക്ക് കനം കൂടി വരിക. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ഹലോ അച്ഛാ, എവിടെയാടാ നീ? ഞാനിവിടെ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. ഇന്നലെ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തിട്ടും കുറേ നേരമായി. നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? ഒബ്സർവേഷൻ റൂമിൽ കയറുന്നതിൽ തടസ്സമൊന്നുമില്ല. പക്ഷേ വല്യമ്മ മുന്നിൽ തന്നെ ഇരിക്കല്ലേ, അവരൊന്നും കണ്ണടയ്ക്കുന്ന പോലുമില്ല നാശം പിടിക്കാനായിട്ട്. കാര്യങ്ങൾ കുറച്ചുകൂടി പ്രശ്നമാവുകയാണ്. ഇപ്പോഴെങ്കിലും നിനക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നത് ഒരിക്കലും നടക്കില്ല. ശരി. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡോക്ടർമാരുടെ വേഷത്തിലോ അറ്റൻഡർമാരുടെ വേഷത്തിലോ ചെന്ന് കയറാൻ നോക്ക്. അച്ഛൻ ഫോൺ വെച്ചോ? കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ നോക്കാം, എല്ലാം തീർത്തിട്ട്. എന്നെ കാണിക്കുന്നേ
അച്ഛാ. ഡോക്ടർ! സിസ്റ്റർ, ഓടി വാ. ഡോക്ടർ! അമ്മേ, പുറത്തെ കയറിൽ ഇറങ്ങി നമുക്ക് കണ്ടോ? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ മോളെ? ഞാൻ അകത്തേക്ക് വരുമ്പോ ഒരാൾ അച്ഛനെ കൊല്ലാൻ ശ്രമിക്കായിരുന്നു. എന്താ മോളെ പറയുന്നേ? അച്ഛന്റെ മുഖത്ത് തലയണ വെച്ച് അമർത്തി. അയ്യോ, ഞാൻ വന്ന് ചോദിച്ചപ്പോ എന്നെ തള്ളിയിട്ടിട്ട് അയാള് പോയത്. ഈശ്വരാ. മോളെ, സിസ്റ്റർമാരെ ആരെങ്കിലും ഒന്ന് വിളിക്ക്. എന്താ? ഈ കുട്ടി പറയുന്നു ഏട്ടനെ കൊല്ലാൻ ആരോ ശ്രമിച്ചു. ഇതിനകത്തോ? ഇതിനകത്തേക്ക് ആര് വരാനാ? കുട്ടിക്ക് തോന്നിയതാവും. അല്ല സിസ്റ്ററെ, ഞാൻ കണ്ടതാ. അയാള് തലയണ വെച്ച് മുഖത്തമർത്തി കൊല്ലാൻ ശ്രമിക്കായിരുന്നു. എന്നെ തള്ളിയിട്ടിട്ടാ പോയത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്ക് സിസ്റ്റർ. ഡോക്ടറെ ഒന്ന് വിളിക്ക്. ആ, ഞാനൊന്ന് നോക്കട്ടെ. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഡോക്ടറെ ഞാനിപ്പോ വിളിപ്പിക്കാം. പിന്നെ ഈ കുട്ടി പറഞ്ഞ കാര്യം ഞാൻ CCTV ചെക്ക് ചെയ്യാനൊന്ന് അവരോട് പറയാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട നടപടികൾ എടുക്കാം. തൽക്കാലം നിങ്ങളൊന്ന് പുറത്തേക്ക് നിന്നോളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ സിസ്റ്ററെ? ധൈര്യമായിട്ട് പൊക്കോളൂ. അമ്മേ, വാ. കുഴപ്പമില്ല, വാ. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ മോളെ? അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ച ആളെ ഞാൻ കണ്ടിരുന്നു. ഞാൻ അറിയുന്ന ആളാ. ആരാ? നിങ്ങളുടെ വീട്ടിലുള്ള ഗൗതം. അകത്തേക്ക് ആരോ കയറുന്ന കണ്ട് ഞാൻ നോക്കിയപ്പോ അയാളുടെ മുഖം ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. പക്ഷെ അപ്പോഴേക്കും അയാൾ മാസ്ക് ഇട്ടു. മോൾ എന്തൊക്കെ ഈ പറയുന്നേ? ഏട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതും ഇന്നലെ കൂട്ടിരുന്നതും ഒക്കെ ഗൗതമ. മോൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയതാവും. ഇല്ലമ്മേ, എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. ഇത് അയാള് തന്നെയാ. എന്ത് വന്നാലും അച്ഛന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. അതുപോലെ സിസ്റ്റർ പറഞ്ഞില്ലേ വേണമെങ്കിലൊന്ന് അന്വേഷിക്കാമെന്ന്. അത് അന്വേഷിക്കണം. അപ്പൊ ഉറപ്പായിട്ടും അമ്മയ്ക്ക് ഇത് ബോധ്യപ്പെടും. ബിജു, വരുണിനെ കണ്ടോ? അവൻ എവിടെയുള്ളത്? എന്താ ഇങ്ങോട്ട് വരാത്തെ? അമ്മേ, ഞാൻ അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് പറയാതിരുന്നതാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.